നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറിന് അവസരം കൊടുക്കരുത്. പുറത്ത് ഞാനുണ്ടാവും. വണ്ടിയും താമസ സൗകര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കി വെച്ചോളാം. നീ പോടാ, പോയി പുറത്ത് കളവൊരുക്ക്. സാറ് വരും. എന്താ വരുന്നേ? നിങ്ങളുടെ യാത്രയപ്പൊന്നും കഴിഞ്ഞില്ലേ? നീ പോകുന്നില്ലേ? പോവാ സാർ. അപ്പൊ ശരി, വീണ്ടും സന്ധിക്കും വരെ വണക്കം. വണക്കവിടാ സാറേ, ഞാൻ പോയിട്ട് വരുമ്പോ സാറിന് എന്തെങ്കിലും കൊണ്ടുവരണോ? നീ ഗൾഫിലോട്ട് അങ്ങ് കെട്ടിയെടുക്കേ. ഗൾഫിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടത്തില്ലേ സാറേ? ഞാൻ ഇടയ്ക്ക് വിളിക്കാം. സാറിന് വല്ല ഐഫോണോ സ്മാർട്ട് വാച്ചോ വേണമെങ്കിൽ പറഞ്ഞാ മതി. എന്റെ പൊന്നു പരുന്തേ, എനിക്കൊന്നും വേണ്ട. എന്നിട്ട് ഞാനും കൂടി വന്ന് നിന്റെ ഒപ്പം സെല്ലി കിടക്കാനല്ലേ? സമയം കളയാതെ നീ ഇവിടെ നിന്ന് പറക്കാൻ നോക്കാം. അപ്പൊ സാറേ, എല്ലാം പറഞ്ഞ പോലെ. മുത്തശ്ശി, ഞാനേ ശരത്തേനോട് കാര്യം തറപ്പിച്ചങ്ങ് പറയാൻ പോവാ. നാളെ വാക്കൊന്നും മാറത്തില്ലല്ലോ. ഈ വിലാസിനിക്ക് വാക്കൊന്നേ ഉള്ളു പെണ്ണെ. നീ ധൈര്യമായിട്ട് പറ. ശരത്ത് മുന്നിൽ സന്തോഷാവട്ടെ. നാളെ ഇനി ആരെങ്കിലും ഇടങ്കൊല്ലിടാൻ വന്നാലോ? ആര് വരാൻ? വേറെ ആര്? എന്റെ അച്ഛനും അമ്മയും ആ ദേവികയും തന്നെ. നല്ല കഥയായി. വിലാസിനി ഒന്ന് തീരുമാനിച്ചുറപ്പിച്ച അതിനെ ഇടങ്കോലിടാൻ അവർക്ക് ധൈര്യമുണ്ടോ? അതും എനിക്ക് പൂർണ്ണമായിട്ടും അവകാശവും അധികാരമുള്ള കാര്യത്തില്. ഞാനെന്നാ പോയി ശരത്തേനോട് പറയട്ടെ. നീ പറഞ്ഞോ നിത്യേ? എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേ? വിശ്വാസമാണ്. ഒന്നല്ല 100 അല്ല 1000 തവണ വിശ്വാസമാ. എന്റെ പഞ്ചാര മുത്തശ്ശിക്ക് ഒരു ചക്കര ഉമ്മ. പെണ്ണിന്റെ ഒരു കാര്യം പോയിട്ട് വരാവേ. പറ അവരോട്. ശരത്തുമോനോട് ചെന്ന് പറ. സമര, നീ കാര്യത്തിന് ഗൗരവം ഒന്ന് മനസ്സിലാക്ക്. നേരെ പറയേണ്ട കാര്യങ്ങൾ ഫോണിലൂടെ പറയുന്ന ബുദ്ധിമുട്ടാ. എന്റെ പൊന്നു ശരത്തെ, എന്തെങ്കിലും കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് നീ വിളിക്കുമ്പോ എന്റെ നെഞ്ചിലൊരു വെടിപൊട്ടും. അത്രയ്ക്ക് പേടിയായി എനിക്ക് നിന്നെ. എടാ, കാര്യം എന്താന്ന് നീ ആദ്യം ഒന്ന് കേക്ക്. ആരുടെങ്കിലും പുറകെ ആ ലോറി പറഞ്ഞു വിടാനായിരിക്കും. അതോ പാറ്റന്റ് ആകോ? ഒന്നും അല്ലടാ. പിന്നെ നിത്യമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം. അതാ ഫോണിലൂടെ പറയണ്ടെന്ന് പറഞ്ഞത്. ശരത്തേട്ടാ, സമറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാവിടെ. സമറായിരുന്നേ. അത് മനസ്സിലായി. എന്താണ് കൂട്ടുകാരനോട് എന്റെ പേരൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കേട്ടില്ല. ഓ, അതോ? അത് പിന്നെ നമ്മുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ സമറിനോട് പറഞ്ഞായിരുന്നേ. അതിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. അതാ നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ. കേട്ടില്ലേ? കേട്ടു. സന്തോഷായില്ലേ? ആയി. സന്തോഷമുള്ള വേറൊരു കാര്യം കൂടെ ശരത്തേട്ടനെ അറിയിക്കാനാ ഞാനിപ്പോ വന്ന്. എന്താ? മുത്തശ്ശിയുടെ പേരിലുള്ള ഒരു 15 സെന്റിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓ, മുത്തശ്ശി പറഞ്ഞായിരുന്നു. ആ സ്ഥലം ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മുടെ പേർക്ക് പ്രമാണാക്കി തരാന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അതെയോ? പാവം മുത്തശ്ശി. ദൈവതുല്യമായ മനസ്സാ മുത്തശ്ശിയുടെ. എന്നാലും വേണ്ടായിരുന്നു. ആര് പറഞ്ഞു വേണ്ടെന്ന്? എനിക്ക് വേണം. മുത്തശ്ശിയുടെ ഒരേ ഒരു പേരക്കുട്ടിയാ ഞാൻ. മുത്തശ്ശി നമുക്ക് സമ്മാനിക്കുന്ന സ്ഥലം ശരത്തേന്റെ പേരിലങ്ങ് എഴുതിയാ മതി. അതാ എനിക്കൊരു അഭിമാനം. എന്റെ അച്ഛനും അമ്മയും ആ ദേവികയൊക്കെ കാണട്ടെ. ഒക്കെ എന്നെ നിത്യക്കൂടി ഇഷ്ടം പോലെ. മനോഹരേട്ട, വേദന കുറവുണ്ടോ? കുഴപ്പമില്ല. ദേവികമ്മോളെവിടെ? മുറിയിലുണ്ട്. എന്താ മനോഹരേട്ട, വിളിക്കണോ? വേണ്ട, ചോദിച്ചതാ. എത്രയും വേഗം ദേവികയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. നാളെയൊന്ന് പറഞ്ഞ് മുമ്പോട്ട് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. അതിന് ദേവിക സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം പാർവതി. എല്ലാ ടെൻഷനും കൂടെ എനിക്ക് ചുമക്കാൻ വയ്യ. തളർന്നു തുടങ്ങി മനസ്സ്, കുഴഞ്ഞു തുടങ്ങി ശരീരം. വല്ലാത്തൊരു ഉൾഭീതി. എന്തിനാ മനോഹരേട്ട? ഒരു ചെറിയ അപകടം പറ്റിയതുകൊണ്ടാണോ? അത് മാത്രമല്ല പാർവതി, പ്രായം കൂടി വരുമല്ലേ. കണ്ടാ വലിയൊരു വീടുണ്ടെന്നല്ലാതെ എന്തുണ്ട് നമുക്ക് ആസ്തിയായിട്ട്? ആരേലും ഉണ്ടോ നമ്മളെ സഹായിക്കാൻ? ഒപ്പം നടക്കുന്ന ദുർവിധിയുടെ കാലച്ചു എനിക്ക് കേൾക്കാം.
എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഒരു കരക്കെത്തണം. മനോഹരേട്ടൻ ഇങ്ങനെയൊന്നും പറയാതെ, എനിക്ക് ഭയമാവുന്നു. ആ, എന്നിട്ട് എന്ത് കാര്യം പാർവതി? വരാനുള്ള എന്തായാലും വരും, വന്നല്ലേ പറ്റൂ. നമ്മുടെ മോടെ കാര്യം ഞാനങ്ങ് വിട്ടു. നമ്മുടെ വിധി അവള് തിരഞ്ഞെടുത്തതല്ലേ, അനുഭവിച്ചു തീർക്കട്ടെ. അച്ഛനെയും അമ്മയും മുത്തശ്ശി വിളിക്കുന്നു. എന്തിനാ? അറിയത്തില്ല, മുത്തശ്ശിക്ക് എന്തോ പറയാനുണ്ടെന്ന്. നീ വാ പാർവതി. എന്താ അമ്മേ? നിന്റെ മരുമകളെ കൂടി വിളിക്ക്, ആ തേവികേ. എന്താ അമ്മ കാര്യം? എന്റെ മനോഹര, കൊല്ലാനും തിന്നാനും ഒന്നും അല്ല, വല്യക്കന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് ഈ വീട്ടിലെ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ഓ, ഈ വീട്ടിൽ ഒരാളായിട്ട് ദേവിക മോളെ അംഗീകരിച്ചല്ലോ, സന്തോഷം. പാർവതി, ദേവിക മോളെ ചെന്ന് വിളിച്ചോണ്ട് വാ. അവളെ എന്തിനാ വിളിക്കുന്നത്? എന്താ എന്താ മുത്തശ്ശി? അമ്മ കണ്ടില്ലേ ദേവിക മോള് വന്നത്? ഇനി കാര്യം എന്നാന്ന് വെച്ചാ പറഞ്ഞു. ഈ കാര്യം ഇവള് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്താണെന്ന് അറിയോ നിനക്ക്? നിത്യമോൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലെന്ന് ഇവൾക്കൊരു ധാരണയുണ്ട്. സ്വന്തമായിട്ടേ ഒരപ്പനുണ്ടെന്നുള്ള കാര്യം ദേവിമോക്ക് അറിയാം. വിളിപ്പിച്ച കാര്യം എന്നാന്ന് വെച്ചാ പറ. അതെ, എന്റെ പേരിൽ ഒരു 15 സെന്റ് സ്ഥലമുള്ള കാര്യം നിനക്കറിയാലോ, നിന്റെ അച്ഛൻ തന്നത്. അറിയാം. അത് ഞാൻ നിത്യമോൾക്കും ശരത്തുമോനും നൽകിയാലോ എന്ന് വിചാരിക്കാം. എന്താടാ? നടക്കട്ടെ, അമ്മയുടെ സ്ഥലം അമ്മയുടെ തീരുമാനം. പിന്നെ നാളെ മോനെ മനോഹര, എന്റെ സ്ഥലം പോയേന്ന് പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞ് വിളിച്ച് എന്റെ അടുത്തൊക്കെ വന്നേക്കല്ലേ. അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? എടാ, ഞാൻ നിന്നോടല്ല സംസാരിച്ചേ, എന്റെ അമ്മയോടാ. ഇക്കാര്യത്തിലേ നീ ഒരു വഴിപോക്കന. ഞങ്ങൾ എന്താ മുത്തശ്ശിയെ പറ്റിച്ച് വഴിയാതരാക്കുന്നാണ് അച്ഛൻ പറയുന്നത്? അയ്യോ എന്റെ പൊന്നു മോളെ, അച്ഛൻ ഒന്നും കരുതിയില്ല. ഈ കാര്യത്തിലേ അച്ഛൻ ഈ നാട്ടുകാരനെ അല്ല, നിന്റെ മുത്തശ്ശി നല്ല ബുദ്ധിയുള്ള ആളല്ലേ, ആലോചിച്ച് വേണ്ടത് ചെയ്യട്ടെ. എന്നാ ശരി, വാ പാർവതി, വാ മോളെ. അവന്റെ ഒരു പോക്ക് കണ്ടോ, ഇങ്ങനെ ഒരു പെങ്കോന്തനെ. പറയണമെങ്കിൽ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? അത് ഞാൻ പറയാം. ഒരു സന്ധി സംഭാഷണം അല്ലേ? പരാജയത്തിന്റെ പതറിപ്പോയ ഹൃദയെടുപ്പാ ഇപ്പൊ അങ്കിളിന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നേ. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുകയില്ല. ഓവർ കോൺഫിഡൻസ് ഈസ് എ മേജർ ക്രൈം, മസ്റ്റ് ബി പണിഷബിൾ. ശരി, പറയണം. ആരും തോറ്റുപോകാതിരിക്കാനുള്ള ഒരു ഫോമുലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്താ അത്? നിനക്ക് പണമല്ലേ ആവശ്യം? നീ ചോദിക്കുന്ന പണം ഞാൻ നിനക്ക് തരും, ബട്ട് വൺ കണ്ടീഷൻ. ടെൽ മീ അങ്കിൾ. നീ കാഞ്ചനയെയും കൂട്ടി നാടുവിടണം. നീയും നിന്റെ മമ്മയും ഗോവയിലേക്കോ ലോകത്തിന്റെ മറ്റേതെങ്കിലും ഒരു കോണിലേക്കോ പോകണം. എന്നിട്ട് സുഖമായിട്ട് ജീവിക്കണം. വാവ്, വാട്ട് ആൻ ഐഡിയ. പക്ഷെ പട നയിക്കുന്നതും യുദ്ധം ജയിക്കുന്നതും രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, രാജകുമാരിക്ക് വേണ്ടി കൂടിയാ. അങ്കിളിന്റെ സ്വത്തിന്റെ പാതിയല്ല എനിക്ക് വേണ്ടത്, അങ്കിളിന്റെ സ്വത്ത് മുഴുവൻ.
പിന്നെ അക്ഷരയും ശ്രുതിമോളെ വേണമെങ്കിൽ ഡോക്ടർ നിരഞ്ജൻ വളർത്തിക്കോട്ടെ. ശ്രുതിമോളുടെ പേരിൽ അങ്കിൾ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണം കത്തിച്ച് കടലിൽ ഒഴിക്കാൻ മതി. ആ പിന്നെ ഒരു കാര്യം കൂടി, എന്റെ സാമ്രാജ്യത്തിന് ഒരു കാവൽക്കാരൻ വേണം. തൊപ്പിയും വെള്ളക്കുപ്പായിട്ടൊരു സെക്യൂരിറ്റി. ആ പോസ്റ്റിലേക്ക് ഞാൻ അങ്കിളിനെ അപ്പോയിന്റ് ചെയ്യാം. ഇടങ്ങളെ 1.5 കാലിന്റെയും ഈ ഊന്നുവടിയുടെയും ബലത്തിൽ നിവർന്നു നിൽക്കുന്ന ആള് അഹങ്കരിക്കരുത്. കാശിന് വേണ്ടിയാണെങ്കിൽ വിശാലിന് ഇപ്പോൾ ഉള്ള ബിസിനസ് തന്നെ ധാരാളം. ഞാൻ എന്നും വായിക്കുന്നത് വേദഗ്രന്ഥങ്ങളല്ല അങ്കിളെ, എന്റെ പപ്പയുടെ ആത്മാവിന്റെ കയ്യെഴുത്ത് പ്രതിയാണ്.